ഈ വീട് നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ കെട്ടിയതിൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ സീലിങ്ങൊക്കെ പൊളിച്ച് കംപ്ലീറ്റും പൊളിച്ച് തട്ടെല്ലാം പൊളിച്ച് ഷട്ടറിങ് എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ നില കെട്ടാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നില കെട്ടാൻ മഴയായതുകൊണ്ട് നമുക്ക് കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ 4 പേരും കൂടി നിന്ന് കല്ല്, അതായത് എത്രത്തോളം ഇഷ്ടിക മുകളിൽ കയറ്റാൻ പറ്റുമോ അപ്പോൾ അത്രയും ഇഷ്ടിക മുകളിൽ കയറ്റിയാണ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ഈ വീടിൻ്റെ സ്റ്റെയറാണ്. കാരണം ഇത് ഏകദേശം 9 ഇഞ്ച് വീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വരുന്നത് പലകയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ആകുമ്പോൾ ഇവിടെ ഗ്ലാസ് വരും. ഗ്ലാസ്സിന് വേണ്ടിയാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ലിഫ്റ്റാണ്. ഇത് മേളിൽ പോകാനുള്ള ലിഫ്റ്റാണ്. 2 നില വീടാണ്, പക്ഷേ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല മഴയുണ്ട്. നമ്മൾ ഇന്ന് ചുടുകല്ലാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ചുടുകല്ല് കയറ്റുകയാണ്. ചുടുകല്ല് കയറ്റുന്നത് നമ്മളെ ശംഭു എണ്ണാണ് താഴെ നിന്ന് എറിയണത്. ആ ബംഗാളി ഇങ്ങോട്ട് നോക്ക്. ഇതാണ് ഹിന്ദിക്കാരൻ, ബംഗാളി വികാസ്. ആ മേളിൽ നിൽക്കുന്നതാണ് വാപ്പിളി. നമ്മളെ സൈറ്റിലെ ഒരു സ്റ്റാറാണ്. സൂപ്പർവൈസർ, എൻജിനീയർ, ഓൾറൗണ്ടറാണ്. കംപ്ലീറ്റ് എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവഴിയാണ് കല്ല് കയറ്റുന്നത്. അപ്പോൾ കല്ല് ഇതുവഴി കയറ്റുമ്പോൾ എളുപ്പത്തിന് ഞങ്ങൾ ആ വണ്ടിക്ക് കെട്ടുന്ന ഓരോ സ്ഥലത്തും അടിക്കും. പിന്നെ മേളിലോട്ട് പോവാം. മേളിലോട്ട് പോകുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം മഴ സമയമായതുകൊണ്ട് ഈ സ്റ്റെപ്പ് വഴി കയറുമ്പോൾ സ്ലിപ്പാകും. അപ്പോൾ 2 വട്ടം സ്ലിപ്പായി. ഈ സ്റ്റെപ്പ് വഴിയാണ് കയറി പോകേണ്ടത്. സ്റ്റെപ്പ് വന്നിട്ട് ഇവിടെ ലാൻഡിങ് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇതുവഴിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഇന്നലെ 2 ദിവസം ഇവിടെ മെനിയാന്ന് കെട്ട് വെച്ചു. അപ്പോൾ 2 മേശിരി ഉള്ളായിരുന്നു. എനിക്കൊരു വേറെ സൈറ്റിലായിരുന്നു വർക്ക്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. അപ്പോൾ ഇത്രയും കെട്ടിയായിരുന്നു. ഇത്രയും കെട്ട് തിരിച്ചു. പിന്നെ നമ്മൾ ഈ 2ാമത്തെ ഫ്ലോർ, അതായത് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കെട്ടാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ താഴത്തെ കെട്ട് കണ്ടോ, ഈ താഴത്തെ കെട്ട് എങ്ങനെയാണോ അതിൻ്റെ മുകളിൽ വേണം ലോഡ് വരാൻ. 2ാമത്തെ നില. കാരണം അത് ടേപ്പിന് കറക്റ്റ് അളവെടുത്ത്, ഇതൊരു ബാത്റൂമാണ് കേട്ടോ, ഇത്രയും താത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയുടെ കെട്ട് വരുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ ഒഴുങ്ക് വേണം നമ്മൾ 2ാമത്തെ നിലയുടെ ലോഡ് കയറ്റാൻ. പിന്നെ ഈ ഇടക്കെട്ട്, ഈ ഇടയിലൊക്കെ കെട്ട് വരുന്നത് ഇവിടെ ബീം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന കെട്ട് നേരെ താഴെ വേറെ കെട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ വേറെ ലോഡില്ല. അപ്പോൾ നമ്മളിവിടെ താഴെ ബീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീം എവിടെയൊക്കെ ഉണ്ടോ അവിടെ ആ ബീം കണക്കാക്കി വേണം കെട്ടാൻ. എന്നാലേ ലോഡ് ആ ബീമിൽ പിടിച്ച് നിൽക്കുകയുള്ളൂ. ചില ആൾക്കാർ ടേപ്പിന് അളവെടുത്ത് കെട്ടും. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ അത് നമ്മൾ ലോഡ് പിടിക്കുമ്പോൾ അതിൽ ബാധിക്കും. പിന്നെ ബീം ഇല്ലാത്തടത്ത് കൺസീലർ ബീം, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ എവിടെയൊക്കെ കെട്ട് വരുന്നോ അവിടെയൊക്കെ കൺസീലർ ബീം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കണക്കാക്കി വേണം കെട്ടാൻ. ഇപ്പോൾ ഇത് ഇത്രയും കെട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇത് സ്റ്റെയർ വരുന്ന ഓപ്പണിങ്, ഇത് ഓപ്പണിംഗ് ആണ്. ഇത് 2ാമത്തെ നില വരെ പൊങ്ങിപ്പോവും. 2ാമത്തെ നില വരെ പൊങ്ങിപ്പോയതിന് ശേഷമാണ് ഇവിടെ ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് റൂഫ് വാർക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 6500 സ്ക്വയർ ഫീറ്റാണ് വീട്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കെട്ട് തുടങ്ങിയാണ്. അപ്പം ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം കല്ല് മുഴുവനും കയറ്റുകയാണ്. അതായത് കല്ല് കയറ്റി അറവാനയ്ക്ക്, അതായത് വണ്ടി, നിങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരായിരിക്കും. ഞങ്ങളിവിടെ ഈ ഉരുട്ടിക്കൊണ്ട് പോകുന്ന വണ്ടീനെ അറവാന എന്നാണ് പറയുന്നത്. അറവാനയ്ക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വയ്ക്കും. പിന്നെ ഒരുപാട് കല്ല് സെൻറ്റർ കണക്കാക്കി വെക്കരുത്. കാരണം കുറച്ച് കല്ല് മാത്രമേ സെൻറ്റർ വയ്ക്കാവുള്ളൂ. പിന്നെ ഇഷ്ടിക എന്ന് പറയണത്, ഞാൻ ഇഷ്ടികയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ ഗുണവും അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടിക നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും ഇഷ്ടിക കെട്ടാൻ നേരത്ത് ഇഷ്ടിക നല്ല രീതിയിൽ വെള്ളത്തിൽ നനച്ചിട്ട് വേണം ഇഷ്ടിക കെട്ടാൻ. കെട്ടുമ്പം നല്ല സ്ട്രോങ് ആയിരിക്കും.
അതൊക്കെ നനയ്ക്കാതെ കെട്ടിക്കഴിഞ്ഞാൽ ആ കല്ലിന് അത് സ്ട്രോങ് ആവത്തില്ല. അതിപ്പോൾ ഈ കെട്ട് നിങ്ങൾക്ക് കാണാൻ അറിയാം, നല്ല രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. എന്താ ഇപ്പോൾ ഇവിടെ എല്ലാം ഓരോ വരി വീതം കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം മഴ ആയതുകൊണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് വർക്ക് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്താ ഇവിടെ ഇത്രയും കല്ല് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരാൾ അറവാനായി ഈ വണ്ടിക്ക് കല്ല് കയറ്റി അങ്ങ് കൊണ്ടുപോയി നമ്മൾ നാളെ എവിടെയൊക്കെയാണോ കെട്ടുന്നത് അവിടെയെല്ലാം കൊണ്ട് അടുപ്പിക്കും. പിന്നെ എന്താ തലയിൽ മഞ്ഞ കവർ ഇട്ടിരിക്കുന്ന ആളാണ് വാപ്പിളി, ഇവിടുത്തെ ഒരു സ്റ്റാറാണ്. വികാസ്, ശംഭു അണ്ണൻ, പിന്നെ ഞാനും. അപ്പോൾ ഈ കാണുന്നത് ഇത്രയും ഏരിയ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഗോപുരം പോലെ വാർക്കാൻ വേണ്ടിയാണ് ഈ കമ്പി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇനി ലാൻഡിങ് അടിക്കാനുണ്ട്. ഇവിടെ ഈ കാണുന്ന കമ്പി അവിടെ മൊത്തം ഇനി ഒരു തള്ള് വരും. അപ്പോൾ ആ തള്ള് അടിച്ചിട്ടില്ല. തള്ളടിക്കാൻ വേണ്ടിയാണ് അവിടെ അത്രയും ഓപ്പണിംഗ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതിനിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് അവിടെ തള്ളടിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കെട്ടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇഷ്ടിക കെട്ടാൻ നേരത്ത് എപ്പോഴും നമ്മളെ താഴത്തെ ലോഡ് എങ്ങനെയാണോ വരുന്നത്, ലോഡ് പിടിക്കുന്നത് എങ്ങനെയാണോ താഴത്തെ ചെവര് കണക്കാക്കി വേണം കെട്ടാൻ. അത് പോയിട്ട് താഴത്തെ പ്ലാൻ അല്ലാതെ മേളിൽ അഡീഷണൽ കെട്ട് അങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ, ഈ സെൻറ്റർ കണക്കാക്കി ഇങ്ങനെ കെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബീം കൊടുക്കണം, ഇല്ലെങ്കിൽ കൺസീലർ ബീം കൊടുക്കണം. മെയിൻ കെട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അടിയിൽ ഓവർ ബീം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രയും ലോഡ് അതിൽ പിടിച്ച് നിൽക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.